ഹലോ, നമ്മുടെ പെൻസിൽസും കാര്യങ്ങളും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഓർഗനൈസർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇത് ചെയ്യാനായിട്ട് കാർഡ്ബോർഡോ ഫോം ഷീറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ പ്ലൈവുഡിൻ്റെ ഒക്കെ ഒരു തിൻ ടൈപ്പായിട്ടുള്ളൊരു ബോർഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ബ്രൗൺ പോർഷനിൽ ഞാനായിട്ട് പെയിൻറ് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു റോ ചെയ്തെടുക്കാം. ഇതേപോലത്തെ 4 ഷീറ്റ് എടുക്കുക, തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിനു വേണ്ടി ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്തത്. ഇങ്ങനെ ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ട് ഒട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അടുത്ത ഒട്ടിക്കാൻ പോയപ്പോഴത്തേക്കും അത് ആകെപ്പാടെ ഡെസ്കിലൊക്കെ വീണ് ഈ ഷീറ്റുമായിട്ട് അത് ഒട്ടിപ്പിടിച്ച് ഡെസ്കൊക്കെ ആകെ വൃത്തികേടായി. അപ്പോൾ ഞാൻ ആ ഡെസ്കിൽ നിന്ന് അതിങ്ങനെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് മൊത്തം പൊട്ടിപ്പോയി. ആ ഒരു പീസ് അവിടെ ഇരിക്കുകയും ചെയ്ത് അതൊട്ട് വരുന്നുമില്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരുമാതിരി. പിന്നെ ഞാൻ ആ പോയ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ഇനി അടുത്തത് വേറൊരു കമ്പാർട്ട്മെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഷീറ്റ്സ് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്തൊരു റോ പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അടുത്തായിട്ട് ഇനി ആ റോ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷനോട് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ അവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബേസ് പോലെ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തൊരു ഷീറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എടുത്തു വെച്ചതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ റോ അതിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതേപോലത്തെ ഒരു പീസ് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ പെൻസിൽസും കാര്യങ്ങളും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.